ഹലോ കൂട്ടുകാരെ, രാവിലെ എണീച്ച് തന്നെ നല്ല സാമ്പാറിൻ്റെ മണം അടിച്ചിട്ടാണ് കേട്ടോ. പല്ല് തേച്ചിട്ട് അടുക്കളയ്ക്ക് ഓടിയിട്ടോ ഞാൻ. അപ്പോൾ അതാ നല്ല ചുട് ദോശയും സാമ്പാറും അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമല്ലേ രാവിലെ നമ്മൾ അടുക്കളയ്ക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി തരുന്നത് കഴിക്കാൻ. പക്ഷേ ഈ സുഖം 2 ദിവസം കൂടി ഉള്ളൂ കേട്ടോ. ഞാനിവിടുന്ന് പോവുകയാണ്. പക്ഷേ അച്ഛന് പലഹാരമൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്ത് ദോശ ഇഡ്ഡലിയോ പലഹാരം ഒന്നും ഇഷ്ടമല്ല. ഉണ്ടെങ്കിൽ കഴിക്കും കുറച്ച്. പക്ഷേ ചോറുണ്ടാലെയാണ് വിശപ്പും മാറും ക്ഷീണം. ചെറുപ്പം മുതലേ അങ്ങനെ പഠിക്കുന്നതാണ്. ആ കാരണം നമുക്ക് വേണോ. അപ്പോൾ ഇതാ ഞാൻ കഴിക്കുകയാണേ. ഇന്നെന്താ സാമ്പാറിന് എത്ര ടേസ്റ്റ് എന്ന് അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറയുക, ഒന്ന് മല്ലിപ്പൊടി കഴിഞ്ഞിട്ട് മല്ലി വറുത്തരച്ചിട്ട് കറി വെച്ചെന്ന്. അതുകൊണ്ട് തന്നെ കേട്ടോ എത്ര ടേസ്റ്റ്. പിന്നെ ഞാൻ നേരെ ബക്കറ്റ് കൊടുത്തിട്ട് മാങ്ങ പെറുക്കാൻ പോയി. പിന്നെ ഞാൻ ഈ മേലോട്ട് നോക്കണം ഇനി എത്ര മാങ്ങ വീഴാണ്ടെന്നാണ് കേട്ടോ. ഒക്കെ കഴിഞ്ഞു കേട്ടോ, ഇനി 1 2 മാത്രം. അങ്ങനെ ഒരു മാങ്ങ കാലം കൂടി കഴിയുകയാണല്ലേ. കുറേ മാങ്ങ കിടക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ 100 എണ്ണം ഉണ്ടെങ്കിൽ 10 എണ്ണേ നല്ലതുള്ളൂ. ബാക്കിയൊക്കെ കൊത്തി കിടക്കുകയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ മാങ്ങല്ലെങ്കിലും അടുത്ത വീട്ടിലൊക്കെ പോയിട്ട് പെറുക്കിയായിരുന്നില്ലേ. ഇപ്പോൾ കുട്ടികൾക്ക് അതൊന്നും വേണ്ട അല്ലേ. ഉമ്മർത്ത് കൊണ്ടുവന്ന് വെച്ചാൽ പോലും കുട്ടികൾ അങ്ങോട്ട് നോക്കില്ല. പിന്നെ അത് കഴുകി വൃത്തിയാക്കി പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആക്കി കൊടുത്താൽ അവരത് കഴിക്കും. അപ്പോൾ ഇതാ ഇന്ന് ഇത്രയും മാങ്ങയാണ് കേട്ടോ കിട്ടിയത്.